ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നിഷാസ് വ്ളോഗ്സ്. കുറേ സൈഡിൽ നമ്മൾ കണ്ടിട്ട് ഇന്ന് എന്തായാലും റാബിയുടെ വീട്ടിൽ പോയ ഒരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ. ഞാൻ ആദ്യം കാണിച്ചിരുന്നത് റാബിയുടെ മൂത്ത മോൻ ഹാഷിമാണേ. ദെൻ ഇത് ഹന. ദെൻ നമ്മുടെ ഉപ്പ കൂടെ ഉണ്ടായിരുന്നേ. ഉപ്പ നല്ല മിസ്റ്റർ വൈറ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു അൺഎക്സ്പെക്റ്റഡ് ട്രിപ്പായിരുന്നു കേട്ടോ റാബിയുടെ വീട്ടിലേക്ക്. ഓൾമോസ്റ്റ് ഒരു 3 ഇയേഴ്സായി ഞങ്ങളെല്ലാവരും കൂടെ ഇവിടെ ഒത്തുകൂടിയിട്ട്. ഞാൻ വരുന്നെന്ന് കേട്ടാൽ കൂടെ ഉമ്മയും ഇപ്പയും വരാറുണ്ട്. അത് സാധാരണ വരണതാണ്. ഇപ്രാവശ്യം പെട്ടെന്നുള്ള ഒരു ട്രിപ്പായതുകൊണ്ട് പ്ലാൻ ചെയ്യാനായിട്ട് പറ്റി. ചിലരുടെയൊക്കെ കൈപ്പുണ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അല്ലേ. അത് പ്രത്യേകിച്ച് ചില ഡിഷസൊക്കെ. അപ്പോൾ അതേപോലെയാണ് റാബിയുടെ ചില ഡിഷസൊക്കെ കേട്ടോ. അവളത് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ എൻ്റെ ഉപ്പക്ക് അവൾ മുളക് പൊടി കലക്കി കൊടുത്താൽ എൻ്റെ ഉപ്പ പറയും അടിപൊളിയാണെന്ന്. പാചകത്തിൽ ഞാനത്ര പോരാന്നാണ് ഉപ്പ പറയാറ്. ഞാൻ പക്ഷേ ഇപ്പം അടുത്ത് വിട്ടു കൊടുക്കാറൊന്നുമില്ല കേട്ടോ. ഞാൻ തർക്കിക്കാറൊക്കെ ഉണ്ട്. അങ്ങനെ അപ്പവും ദെൻ അത് പോരെങ്കിൽ എന്ന് പറഞ്ഞിട്ട് കുറച്ച് എല്ലാവരും ഉള്ളതല്ലേ ചിലപ്പോൾ തികഞ്ഞില്ലെങ്കിലും പറഞ്ഞിട്ട് കുറച്ച് ബ്രെഡും കൂടെ സ്റ്റീം ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ആ സമയത്താണ് നമ്മുടെ അമീർ അവിടെ എത്തിയത്. എൻ്റെ ബ്രദറാണ്, അറിയാമല്ലോ അല്ലേ. അറിയാമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും അറിയുമെന്ന് അറിയില്ല. എന്തായാലും കുഴപ്പമില്ല. ഓഫീസിൽ പോയി വന്ന് നല്ല വിശപ്പുണ്ടായിരുന്നു. അവൻ നേരെ കിച്ചണിലേക്കാണ് വന്നത്. അതൊക്കെ ചെക്ക് ചെയ്യായിരുന്നു. അപ്പോഴേക്കും നമ്മുടെ സാമുട്ടിയും മച്ചും കൂടെ ഗുസ്തി കൂടെയാണ്. അതിനിടയിലൂടെ നമ്മുടെ മിക്സ്ചറുമായിട്ട് നമ്മുടെ ഉപ്പ അങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും ഡിന്നറൊക്കെ അതായത് ഡിഷസൊക്കെ ടേബിളിൽ സെറ്റ് ചെയ്തു. പക്ഷേ ആരെയും വെയിറ്റ് ചെയ്ത എൻ്റെ മൂത്ത പുത്രൻ അവനത് ഇഷ്ടമുള്ള കാര്യമാണെങ്കിൽ അവൻ ഒറ്റയ്ക്കെടുത്ത് കഴിക്കും. ടേബിളിൽ ഫുഡ് വെച്ചെന്ന് പറഞ്ഞിട്ട് എല്ലാവരും വേഗം വന്ന് കഴിക്കുമൊന്നുമില്ല കേട്ടോ. വിളിച്ച് എൻ്റെ സമൽ എന്തായാലും ആരെയും വെയിറ്റ് ചെയ്തില്ല. അങ്ങനെ എല്ലാവരും കഴിക്കാനായിട്ടിരുന്നു. അച്ചു, ഉപ്പ, അതെ സാമുട്ടിനോട് ഞാൻ അഭിപ്രായം ചോദിച്ചപ്പോൾ എനിക്ക് വിശക്കുന്നു എന്നാണ് കേട്ടോ അവൻ അഭിപ്രായം പറഞ്ഞത്. അടുത്തത് അച്ഛനോട് ചോദിച്ചപ്പോൾ അതേ കണ്ടോ ഈ ചിരി അവന് നാണായി എന്ന് തോന്നുന്നു. അടുത്തത് ഞാൻ ഉപ്പാനോടാണ് ചോദിച്ചത്. ഇപ്പോൾ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആക്ഷൻ കാണിക്കാൻ പറഞ്ഞപ്പോൾ അതിപ്പോൾ ഇങ്ങനെ അടിപൊളിയെന്ന് ആക്ഷൻ കാണിച്ചു. അടുത്തത് അമീറിനോട് ചോദിച്ചു. അമീറും ചിരിയിലൊതുക്കി നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാനിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് എല്ലാവരുടെ അഭിപ്രായം ചോദിക്കുമ്പോഴേക്കും സ്റ്റൂവിലെ പീസസൊക്കെ മാഞ്ഞു പോയിരുന്നു കേട്ടോ. എന്തായാലും കുഴപ്പമില്ല, മക്കൾ കഴിച്ച് കണ്ടല്ലോ. നമ്മൾക്ക് അതല്ലേ സംതൃപ്തി. നമ്മുടെ മക്കൾ കഴിച്ച് കാണുമ്പോൾ നമുക്കൊരു പ്രത്യേക തൃപ്തിയാണല്ലേ. എന്തായാലും കിട്ടിയൊരു ക്യാഷിനിട്ടും കൊണ്ട് ഞാൻ ബ്രെഡും സ്റ്റൂവും കോമ്പിനേഷൻ നോക്കി. എനിക്കിഷ്ടമായത് അതാട്ടോ, അപ്പം സ്റ്റൂവിനേക്കാളും. നിങ്ങൾക്ക് ഈ കോമ്പിനേഷൻ ഇഷ്ടമാണോ? കമൻറ്റ് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണേ. വീണ്ടും കാണാം. ബൈ.